ഇതൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറേഞ്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ പ്രതാപിൻ്റെ കേസിനെ കുറിച്ച് നമുക്കറിയാം. പ്രതാപിൻ്റെ കേസ് 19-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 17-ാം തീയതിയാണ് ബഡ്സ് കേസിൻ്റെ അടുത്ത വാദം നിശ്ചയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 19-ാം തീയതി പ്രതാപിൻ്റെ ജാമ്യക്കേസിലും വിധിയുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മുടെ മറ്റ് അപ്ഡേറ്റ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം മുന്നോട്ടുള്ള നടപടികൾ നിന്ന് ചിലരുണ്ടാക്കിയ 17-ാം തീയതിക്ക് ശേഷം നമുക്ക് കേസ് കൊടുക്കാം എന്ന് പറയുന്ന ഗ്രൂപ്പ് ചത്ത് കിടക്കുകയാണ്. അത് 17-ാം തീയതിക്ക് ശേഷം അടുത്ത ഡേറ്റിലേക്ക് നീട്ടിവെക്കുമ്പോൾ നമുക്ക് 27-ാം തീയതിക്ക് ശേഷം കേസ് കൊടുക്കാനാവും. പിന്നെ അത് ഒരു 10-ാം തീയതിക്ക് മാറ്റി വെക്കുമ്പം 10-ാം തീയതിക്ക് ശേഷം നമുക്ക് കേസ് കൊടുക്കാനാവും. അങ്ങനെ നീണ്ട് പോവുകയാണ്. ഇവർക്ക് ഇനിയും ഇവർ ചെന്നുപെട്ടിരിക്കുന്നത് ഒരു മണി ചെയിൻ കമ്പനിയിലാണെന്നും അതിൻ്റെ MD എന്ന് പറയുന്നത് പണ്ട് മുതൽക്കേ തന്നെ ഇതൊക്കെ ശീലമാക്കിയ, ജയിലിൽ പോയി ശീലമാക്കിയ, പറ്റിച്ച് നല്ല തഴക്കം വന്ന ഒരുത്തനാണ് എന്ന് ഇനിയും മനസ്സിലായിട്ടില്ല എന്നാണ് ഇതുകൊണ്ട് നമുക്കൊക്കെ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് ഇതുപോലെ 5 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 55 ലക്ഷം കിട്ടുക, എന്നുവെച്ചാൽ കൈ നനയാതെ മീൻ പിടിക്കുക എന്നുള്ള സംഭവത്തിൽ. അതേപോലെ തന്നെ ഇവർക്കൊരു പരാതി പോലും കലക്ടറേറ്റിൽ പോയിട്ട് ഒരു ക്ലെയിം പെറ്റീഷൻ അവിടെ പൂരിപ്പിച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ പോലീസിൽ പരാതി പറയാനോ പോലും ഇവർക്ക് പറ്റില്ല. ആരെങ്കിലും വീട്ടിൽ കൊണ്ടു കൊടുക്കണം. പൂളിംഗമായിട്ട് ഇവർക്ക് 55 ലക്ഷമോ അല്ലെങ്കിൽ പൂളിംഗമായിട്ട് പരാതി കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അതിന് മാത്രമേ റെഡിയാവൂ എന്നുള്ള കാര്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. പിന്നെ അടുത്തൊരു കാര്യം, വളരെ ദുഃഖമുള്ളൊരു കാര്യമാണ്. ഒരു മരുമകൻ ചതിച്ചത് കാരണം ഭാര്യാപിതാവ് ജീവൻ നഷ്ടമായ ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ ആഴ്ചയാണ് സംഭവം. കണ്ണൂർ ജില്ലയിലാണ്. മരുമകൻ ഹൈറിച്ചിൽ ചേർത്ത് വീട് പണയം വെച്ച് അതിൽ 18 ലക്ഷത്തോളം രൂപ നിക്ഷേപിപ്പിച്ച് ലാസ്റ്റ് ഹൈറിച്ച് പൂട്ടിയ പിന്നെ പൂളിംഗവും ഇല്ല, വരുമാനവും ഇല്ലാതെ വീട് വിട്ടിറങ്ങേണ്ടി വന്ന ഒരു വൃദ്ധനായ ഹതഭാഗ്യൻ ജീവൻ നഷ്ടമായി എന്നുള്ള കാര്യമാണ്. ഇത് നിങ്ങൾക്കറിയാം. ഒരുപാട് എല്ലാ ഗ്രൂപ്പുകളിലും ഇത് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ആ ഒരു മരുമകൻ എന്ന് പറയുന്നത് ഹൈറിച്ച് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് 2-3 കാറൊക്കെ സ്വന്തമായി ഉള്ള ഒരാളായിരുന്നു. എന്നിട്ടും നമ്മുടെ ഭാര്യയുടെ പിതാവിന് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെ വാടക വീട്ടിലും മറ്റും താമസിക്കേണ്ട അവസ്ഥയുണ്ടാവില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇങ്ങനെ എത്രയെത്ര ആൾക്കാരെയാണ് ഈ കഫന്തീനികളായ ആൾക്കാർ പറ്റിച്ചിരിക്കുന്നത്. എത്രയാൾ ഇതിനകം തന്നെ ജീവനൊടുക്കിയെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ജപ്തി ഭീഷണിയും ജനങ്ങളുടെ പരിഹാസവും ഒക്കെ കൊണ്ട് നീറി ജീവിക്കുകയാണ്. എന്നാൽ ഇതൊന്നും ബാധകമാകാതെ ലീഡർമാരും ഇതിൻ്റെ മുതലാളിച്ചിയും എല്ലാവരും തന്നെ അവരുടെ ജീവിതം അടിച്ചു പൊളിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളും ഇതിനോടകം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ചില ആൾക്കാരൊക്കെ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. എവിടെയാണ് കേസ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കേസ് കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട്. മക്കളെ, നിങ്ങളോട് പറയാനുള്ളത് അതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു പോയി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ കേസ് എടുക്കത്തില്ല. ഇനി നിങ്ങൾ ക്രൈം ബ്രാഞ്ചിൻ്റെ മുന്നിൽ, ജില്ലാ ക്രൈം ബ്രാഞ്ചിൻ്റെയോ അല്ലെങ്കിൽ ഈ ഒരു ഹൈറിച്ച് തട്ടിപ്പ് അന്വേഷിക്കുന്ന സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ചിൻ്റെ മുന്നിലോ പോയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ പരാതിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊഴിയോ നൽകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അവസരമുണ്ടായിരുന്നു. നിങ്ങളുടെ സ്വന്തം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു വെള്ളക്കടലാസിൽ പരാതി നൽകാനുള്ള അവസരമുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ അതൊക്കെ കളഞ്ഞു കുളിച്ചു. നിങ്ങൾക്ക് അവസരമുണ്ടായിരുന്നു. 2 വട്ടം കലക്ടർ, 1 വട്ടം തൃശ്ശൂരും, രണ്ടാമത്തെ വട്ടം അതത് ജില്ലാ കളക്ടർ മുമ്പാകെയും ക്ലെയിം പെറ്റീഷൻ കൊടുക്കാനുള്ള അവസരമുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ കളഞ്ഞു കുളിച്ചു. അപ്പോഴും നിങ്ങളെ പറ്റിച്ച ലീഡർമാർ പറയുന്നത് കേട്ട് നിങ്ങൾ മറ്റുള്ളവരെ ചീത്ത വിളിക്കാനും
ഇവർക്ക് ലൈക്കടിക്കാനും പ്രതാപനും ശ്രീനക്കും സ്തുതി പാടാനും അവർക്ക് ചെലവിന് കൊടുക്കാനും ഒക്കെ ആയിരുന്നു നിങ്ങൾക്ക് സമയമുണ്ടായിരുന്നത്. വക്കാലത്ത് നൽകാനും ഈ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് ജയിക്കുമെന്ന് സ്വപ്നം കാണാനും ഒക്കെയായിരുന്നു നിങ്ങൾക്ക് സമയമുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളുടെ എല്ലാ അവസരങ്ങളും തൊലച്ച് കളഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് നമ്മളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളിനി ഈ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് മുന്നിലേക്ക് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ക്രൈംബ്രാഞ്ച് തയ്യാറാക്കുന്ന ലയബിലിറ്റി ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുകയുള്ളൂ എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിനകം പോലീസ് കൊടുത്ത ലിസ്റ്റും അല്ലെങ്കിൽ ജില്ലാ കളക്ടർമാർ കൊടുത്ത ലിസ്റ്റിലും ഒക്കെയുള്ളവർക്ക് ഒന്നും തന്നെ പേടിക്കാനില്ല. അവരുടെ ലിസ്റ്റിൻ്റെ അംഗീകാരം ഉടൻ തന്നെ കിട്ടും. ഉടൻ തന്നെ ഈ ഒരു കേസ് ക്രൈംബ്രാഞ്ചിൻ്റെ റെക്കമെൻഡേഷൻ കിട്ടിയാലുടൻ ഇതിൽ നിന്ന് പണം വിഡ്രോ ചെയ്ത് നിക്ഷേപകർക്ക് കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ MD ആയ പ്രതാപൻ്റെ അവസ്ഥയെക്കുറിച്ചാണ്. ഈ കേസ് വന്ന സമയത്ത് പ്രതാപൻ്റെ ജാതകം നോക്കിയ ജ്യോത്സ്യം പറഞ്ഞിരിക്കുന്നത് പ്രതാപൻ 1 രൂപയ്ക്ക് വകയില്ലാത്ത അധോഗതിയിൽ എത്തിച്ചേരും എന്നാണ്. അപ്പോൾ ആ സമയത്ത് പ്രതാപന് ആ ജ്യോത്സ്യനെ വിശ്വാസമുണ്ടായിരുന്നില്ല. പ്രതാപൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ദിവസവും യൂണിവേഴ്സിനോട് സംസാരിക്കുന്ന ആളാണ്. യൂണിവേഴ്സ് എന്നെ ദൈവമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. ഞാൻ ദൈവമാണ് എന്നൊക്കെയാണ്. ഞാൻ പറയുന്നത് ഇവിടെ സംഭവിക്കൂ എന്നൊക്കെയാണ് പ്രതാപൻ ആ സമയത്ത് ജ്യോത്സ്യനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ജ്യോത്സ്യൻ്റെ ആ വാചകം 1 രൂപയ്ക്ക് ഗതിയില്ലാത്തവനായി മാറും എന്നുള്ള ആ ഒരു വാചകം, ആ ഒരു പ്രവചനം ഇപ്പോൾ ശരിയായിരിക്കുകയാണ്. പ്രതാപൻ ഇപ്പോൾ മറ്റുള്ളവർ കൊടുക്കുന്ന പണം കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 5 പൈസയില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് മുഖ്യമായും പറയാൻ വന്നിരുന്നത്. 17-ാം തീയതിക്ക് ശേഷം നിങ്ങൾ മറ്റൊരു ഡേറ്റിന് വേണ്ടി കാത്തിരിക്കൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതത് നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ സാധിക്കില്ല. മൂന്നാമതായി ജ്യോത്സ്യൻ്റെ പ്രവചനം ഫലിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.